അമ്മയുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയാലും വിശ്വസ്തതയാലും ഞങ്ങളെല്ലാവരെയും പരിപൂർണതയുടെ പാതയിലേക്ക് നീ നയിക്കണമേ. അമ്മയുടെ സഹനവും അമ്മയുടെ ക്ഷമയും ഞങ്ങൾക്ക് എന്നും ജീവിതത്തിൻ്റെ മാതൃകയായി മാറട്ടെ. പരിശുദ്ധ അമ്മേ, കന്യാ മാതാവേ, അമ്മമാരില്ലാത്ത കുഞ്ഞുങ്ങളെ ഇതാ നിന്റെ കരങ്ങൾക്ക് അർപ്പണം ചെയ്യുന്നു. ലോകമെങ്ങും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ജനകോടികളെ അമ്മയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. അവിടെ പ്രാർത്ഥനാ നിയോഗങ്ങളാലെ ലോകം മുഴുവനും സമാധാനവും സന്തോഷവും സുസ്ഥിതിയും ഉണ്ടാകുവാൻ ഇടവരുത്തുകയും ചെയ്യണമേ. ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, പരിശുദ്ധ അമ്മയോട്, ദൈവമാതാവിനോട് സ്നേഹമില്ലാത്ത, ഭക്തിയില്ലാത്ത ഒരൊറ്റ ക്രിസ്ത്യാനികളെ പോലും കാണുവാൻ സാധ്യമല്ല. മനുഷ്യകുലം മുഴുവൻ പരിശുദ്ധ അമ്മയോട് ഒരു പ്രത്യേകമായിരിക്കുന്ന ഭക്തിയും ആദരവും ഒക്കെ കാണിക്കുന്നത് നമ്മുടെ നിത്യമായ ഒരു അനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, പാപത്തിനെതിരെ ആയിട്ടുള്ള ഗർജനവും ലോകത്തിനെതിരായിട്ടുള്ള ഒരു കൊടുങ്കാറ്റുമാണ് പരിശുദ്ധ കന്യാമറിയം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പാപത്തിനെതിരെയുള്ള ഒരു ഗർജനവും ലോകത്തിന് എതിരെയായിട്ടുള്ള ഒരു കൊടുങ്കാറ്റുമാണ് പരിശുദ്ധ കന്യാമറിയം. പ്രിയപ്പെട്ടവരെ, എവിടെയെല്ലാം പാപം മൂലമായി ജനങ്ങൾ നശിക്കുന്നുവോ, സംസ്കാരങ്ങൾ പാപ്പരമായി തീരുന്നുവോ, രാജ്യങ്ങൾ കെട്ടടങ്ങുവോ, അവിടെയെല്ലാം മാതാവ് പ്രത്യക്ഷപ്പെടുകയാണ്. എവിടെയെല്ലാം ആത്മീയമായ തകർച്ചകൾ വരുന്നുവോ, അവിടെയെല്ലാം തിരുപുത്ര സന്നിധിയിൽ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ കാണുന്നത്. വചനം നമ്മെ പഠിപ്പിച്ചു തരികയാണ്. 73-ാം സങ്കീർത്തനം 28-ാം തിരുവാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. ദൈവമായ കർത്താവിൽ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു. ഓരോ ദിവസവും ഓരോ നിമിഷവും ഞാൻ കർത്താവിൽ അഭയം പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, ആരൊക്കെ ദൈവത്തോട് ചേർന്ന് നിന്നിട്ടുണ്ടോ അവരെല്ലാം വലിയവരായി തീർന്നിട്ടുണ്ട്, വലിയവരാക്കി തീർത്തിട്ടുണ്ട്. പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്നു, വചനത്തോടും ദൈവഹിതത്തോടും ആരൊക്കെ ചേർന്ന് നിൽക്കുന്നുണ്ടോ അവരൊക്കെ ദൈവത്തിന്റെ പ്രത്യേകമായ സംരക്ഷണം അനുഭവിച്ചുകൊണ്ട് സ്വർഗത്തിലെ വലിയവരായി തീർന്ന വ്യക്തികളാണ്. നമുക്കറിയാമല്ലോ, പൂക്കൾ ഫലങ്ങൾക്ക് മുമ്പേ പ്രത്യക്ഷപ്പെടുന്നത് പോലെ വിശ്വാസം സത്പ്രവർത്തികൾക്ക് മുമ്പേ പ്രത്യക്ഷപ്പെടുകയാണ്. പൂക്കൾ ഫലങ്ങൾക്ക് മുമ്പേ പ്രത്യക്ഷപ്പെടുന്നത് പോലെ വിശ്വാസം സത്പ്രവർത്തികൾക്ക് മുമ്പേ പ്രത്യക്ഷപ്പെടും. ഞാനിത് പറഞ്ഞു വന്നത്, പരിശുദ്ധ കന്യാമറിയം വിശ്വാസ തീർത്ഥാടകരുടെ രാജ്ഞിയാണ്. പരിശുദ്ധ കന്യാമറിയമാണ് ലോക ചരിത്രത്തിൽ ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിച്ച സ്ത്രീ. പരിശുദ്ധ കുർബാനയാണ്, പരിശുദ്ധ കന്യാമറിയമാണ് ആദ്യമായി ലോക ചരിത്രത്തിൽ ഒരു ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്തിയത്. ഈ വക കാര്യങ്ങളാൽ പരിശുദ്ധ കന്യാമറിയത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത് മാതാവ് വഴി യേശുവിലേക്ക് നടന്നു നീങ്ങുന്ന ഏറ്റവും വലിയ പാതയാണ് പരിശുദ്ധ കന്യാമറിയം. നമുക്കറിയാം, അഗ്നിയോട് ചേർന്ന് നിന്നാൽ വിറക് അല്പം കഴിഞ്ഞാൽ അഗ്നിയായി മാറും. ഇതുപോലെ തന്നെയാണ് ഈശോയാകുന്ന അഗ്നിയോട് ഇത്രയേറെ ചേർന്ന് നിന്ന മറ്റൊരു സ്ത്രീ രക്തമില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ കന്യാമറിയത്തോട് ചേർന്ന് നിന്നാൽ യേശുവിനെ കാണിച്ചു തരും, യേശു പിതാവായ ദൈവത്തിന്റെ പക്കലേക്കുള്ള വഴി കാണിച്ചു തരുമെന്ന് തിരുസഭയുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. മാതാവിന്റെ ആന്തരികമായ ജീവിതം ഓരോ ക്രൈസ്തവനും ഓരോ ക്രിസ്ത്യാനിയും കണ്ടുപഠിക്കേണ്ടത് തന്നെയാണ്. മാതാവിന്റെ അഗാധമായ എളിമ, സജീവമായ വിശ്വാസം, അന്ധമായ അനുസരണം, നിരന്തരമായിരിക്കുന്ന മാനസികമായ പ്രാർത്ഥന, സ്വയം പരിത്യാഗം, വീരോചിതമായിരിക്കുന്ന ക്ഷമ, ദൈവിക ജ്ഞാനം,
പരിശുദ്ധി, ഇവയൊക്കെയാണ് പരിശുദ്ധ കന്യാമറിയത്തിന്റെ ആന്തരികമായ ജീവിതത്തിന്റെ അടിത്തറയായി കാണുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചു തരുന്നത് 100 വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളെക്കാൾ മാതാവിന്റെ ഒരു നെടുനിശ്വസനം പിശാചുക്കളെ ഞെട്ടിവിറപ്പിക്കുമെന്ന്. 100 വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളെക്കാൾ മാതാവിന്റെ ഒറ്റ നെടുനിശ്വസനം പിശാചുക്കളെ ഞെട്ടി വിറപ്പിക്കുമെന്ന്. കാരണം മാതാവിന്റെ ഒരു കൊച്ചു ആഗ്രഹം യേശു തീരുമാനം പോലെയാണ് മനുഷ്യർക്ക് ചെയ്തു കൊടുക്കുക. എത്രയെത്രയോ അനുഭവങ്ങൾ യെരൂശലേം വചന കൂടാരത്തിൽ 2800-ലധികം കുഞ്ഞുമക്കൾ ഉണ്ടാകില്ല എന്ന് വിധി എഴുതി ജീവിത നിരാശയിലേക്ക് കടന്നുപോയിട്ടുള്ള 2800 കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് പറയാനായിട്ടുള്ള ഒരേ ഒരു കാര്യം ഇതാണ്: ഞങ്ങൾ ദൈവത്തോട് അടുത്തു, കുമ്പസാരിച്ചു, കുർബാന സ്വീകരിച്ചു, ഹൃദയത്തെ വിശുദ്ധമാക്കി, സമയത്തിന്റെ പൂർണ്ണതയിൽ കുഞ്ഞുങ്ങളെ നൽകി, ആ കുഞ്ഞിനെയാണ് മാതാവിന്റെ തൃക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, എവിടെയൊക്കെ മാതാവ് പ്രത്യക്ഷപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ 2 കാര്യങ്ങൾ നമ്മൾ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഒന്ന്, ജീവന്റെ ഉറവ പൊട്ടിപ്പുറപ്പെടുന്നു. 2, സമൃദ്ധി ഉണ്ടാകുന്നു. ആരൊക്കെ മാതാവിനോട് പ്രത്യേകമായ ഭക്തിയുണ്ടോ അവിടെ സംഭവം നടക്കും. 1, അത്ഭുതങ്ങൾ നടക്കും. 2, സമൃദ്ധി ഉണ്ടാകും. യെരൂശലേം വചന കൂടാരത്തിന് മാതാവ് തന്നിരിക്കുന്ന സമൃദ്ധി കുഞ്ഞുങ്ങളുടെ സമൃദ്ധിയാണ്, പ്രാർത്ഥനയുടെ സമൃദ്ധിയാണ്, വിശ്വാസത്തിന്റെ സമൃദ്ധിയാണ്, ശുശ്രൂഷയുടെ സമൃദ്ധിയാണ്. ഈ സമൃദ്ധിയുടെ മേഖലകളിലൂടെയാണ് യെരൂശലേം വചന കൂടാരം കർത്താവ് നയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മറിയത്തിന്റെ ഒരു ആഗ്രഹം യേശു തീരുമാനം പോലെ എടുക്കുന്നുവെങ്കിൽ, ഇന്ന് കർത്താവിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, മാതാവിനോടൊരു കാര്യം പറഞ്ഞ് നീ പ്രാർത്ഥിച്ചു നോക്ക്. അവന്റെ ജീവിതത്തിൽ, അവളുടെ ജീവിതത്തിൽ മാതാവ് ഇടപെടും. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, എൻ്റെ ചെറുപ്രായത്തിൽ കുടുംബത്തിൽ അപ്പനും അമ്മയും സഹോദരന്മാരും ഒക്കെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത്, പ്രത്യേകമായി മെയ് മാസത്തിൽ മാതാവിൻ്റെ മുമ്പിൽ മാല ചാർത്തുക, മാതാവിൻ്റെ രൂപത്തിൻ്റെ അവിടെ മെഴുകുതിരി കത്തിക്കുക, ചന്ദനത്തിരി കത്തിക്കുക, അതൊക്കെ എൻ്റെ ചെറുപ്രായത്തിലെ ഏറ്റവും വലിയ സന്തോഷദായകമായ നിമിഷങ്ങളായിരുന്നു. പിന്നിലേക്ക് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, എന്നെ ഒരു പുരോഹിതനായി തീരുവാൻ, പുരോഹിത ശുശ്രൂഷയുടെ ദൈവജനത്തെ സേവനം ചെയ്യുവാനായിട്ട് എന്നെ സഹായിച്ചതും എന്നെ പ്രേരിപ്പിച്ചതും എൻ്റെ കൊച്ചുനാളിൽ ഞാൻ ചെയ്ത, മാതാവിനോട് ചെയ്ത ആ കൊച്ചു സ്നേഹത്തിൻ്റെ പ്രവൃത്തികളാണ് എന്ന് ഞാൻ അനുസ്മരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ധ്യാനത്തിൽ കൂടി ഒരു കൊച്ചുമോൾ പറയുകയുണ്ടായി. 8ാം ക്ലാസ്സിലെ കുഞ്ഞ് വന്നിട്ട് പറയാണ്, ഞാൻ എന്നും പഠിക്കുന്ന മുറിയിൽ ഒരു കൊച്ചു മാതാവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട് അച്ചു. പ്രത്യേകിച്ച് സാധിക്കുന്ന ദിവസങ്ങളെല്ലാം ഒരു കൊച്ചു പൂവെങ്കിലും മാതാവിൻ്റെ മുമ്പിൽ ഞാൻ കൊണ്ട് സമർപ്പിക്കാറുണ്ട്. അത് അവളുടെ സമർപ്പണത്തിൻ്റെ ഒരു വിഷയമായിരുന്നു. അവൾ പറയുകയാണ്, ഞാനാണ് എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും ടോപ്പായിട്ട് എല്ലാ വിഷയത്തിലും പാസ്സാകുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളാണെങ്കിലും വലിയവരാണെങ്കിലും മാതാവിനോട് ആരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ അവൻ്റെ ജീവിതത്തിൽ വലിയ ഫലപ്രാപ്തികൾ കണ്ടിട്ടുണ്ട്. നമുക്ക് കാണാറുണ്ടല്ലോ, പരീക്ഷാകാലമായി കഴിഞ്ഞാൽ മാതാവിൻ്റെ അടുത്ത് എന്തുമാത്രം മെഴുകുതിരികളാണ് കത്തിച്ചു കൂട്ടുന്നത്. എരിയുന്ന തീച്ചുളയുന്ന പോലെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ അമ്മയുടെ മുമ്പിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയിട്ടാണ് കുഞ്ഞുമക്കൾ അപ്രകാരം ചെയ്യുന്നത്. ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, അനുതപിക്കുക, പ്രാർത്ഥിക്കുക, പരിഹാരം അനുഷ്ഠിക്കുക, മാനസാന്തരപ്പെടുക. മാതാവിൻ്റെ പ്രത്യേകമായ സന്ദേശമാണ്. അനുതപിക്കുക, പാപങ്ങളെ കുറിച്ച് നീ അനുതപിക്കുക, നീ നിരന്തരമായി മനസ്സും എടുക്കാതെ പ്രാർത്ഥിക്കുക. നിന്റെ ചെറുപ്രായത്തിലോ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ ചെയ്തു പോയ പാപങ്ങൾക്ക് തക്കതായ പരിഹാരം അനുഷ്ഠിച്ച് മാനസാന്തരത്തിന്റെ വീതിയിലൂടെ നീങ്ങുക. അതാണ് നിനക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി എന്ന്. ഇന്ന് ധാരാളം മക്കൾ
മാതാവിന്റെ സന്നിധിയിൽ നിറകണ്ണുകളോടെ പ്രാർത്ഥിക്കുന്നതും ജെറൂസലേം വചനകൂടാരത്തിൽ അമ്മയുടെ മുമ്പിൽ വന്ന് നേർച്ചകാഴ്ചകൾ സമർപ്പിക്കുന്നതും നിറകണ്ണുകളോടെയാണ് ഞാൻ പലപ്പോഴും നോക്കി നിൽക്കാറ്. മറിയത്തിന്റെ കണ്ണുകളിലൂടെ യേശുവിനെ ധ്യാനിക്കുന്നതാണ് മരിയ ഭക്തി, ജപമാല ഭക്തി. മറിയത്തിന്റെ കണ്ണുകളിലൂടെ യേശുവിനെ ധ്യാനിക്കുന്നതാണ് ജപമാല ഭക്തി എന്ന് പറയുന്നത്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ജെറൂസലേം വചനകൂടാരം ആരംഭിക്കുന്നതിനേക്കാൾ മുമ്പ് ഒരു വാടക കെട്ടിടത്തിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ പ്രാർത്ഥനകൾക്കും ആരംഭപ്പെടുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന മരിയ വില്ലയിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് അവസാനത്തെ രഹസ്യം ജപമാല കൈകളിൽ പിടിച്ചുകൊണ്ട് ചൊല്ലിക്കൊണ്ടാണ് വാഹനത്തിൽ യാത്ര ചെയ്യുന്നത്. സെന്റ് തോമസ് കോളേജ് റോട്ടിൽ വെച്ച് ഒരു ബസ് വന്ന് ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തെ ഇടിച്ചത് മുന്നേ ഒരു എപ്പിസോഡിൽ ഞാൻ അത് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. എനിക്കൊരു പോറൽ പോലും ഏൽക്കാതെ, എൻ്റെ ഡ്രൈവർക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ കാത്തു രക്ഷിച്ചത് എൻ്റെ കയ്യിലിരിക്കുന്ന ജപമാലയാണെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒട്ടനവധി അപകടങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകിയത് മാതാവാണ്. അതുകൊണ്ട് തന്നെ ഏത് യാത്രയ്ക്ക് പുറപ്പെടുമ്പോഴും ഒരു ജപമാലയെങ്കിലും ചെല്ലാതെ ഞാനും എന്നോടൊപ്പം സഞ്ചരിക്കുന്ന സഹയാത്രികളും യാത്ര പൂർത്തിയാക്കിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ജപമാല നരകത്തിനെതിരെയായിട്ടുള്ള കെണിയാണ്. ജപമാല നരകത്തിനെതിരായിട്ടുള്ള ഒരു രക്ഷാകവചമാണ്. നീ രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. നിന്റെ കുടുംബ രക്ഷയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഒരിക്കലും ഒരു അമ്മച്ചി വന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ ഭർത്താവിന്റെ മാനസാന്തരത്തിന്റെ കാരണം മാതാവിന്റെ വഴിയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയ ഒരു പിടി മണ്ണിൽ മുട്ടുകുത്തി ഭർത്താവും മക്കളും ഉറങ്ങിയതിനു ശേഷം മുട്ടുകുത്തി കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് അച്ചോ എന്ന്. എത്രയെത്ര മാനസാന്തരത്തിന്റെ കഥകൾ, എത്രയെത്ര അനുഗ്രഹത്തിന്റെ കഥകൾ നമുക്ക് പരിശുദ്ധ അമ്മയിൽ നിന്ന് കിട്ടിയിട്ടുള്ളവരുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, ജെറൂസലമിന് ദൈവാലയത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തത് പരിശുദ്ധ കന്യാമറിയം തന്റെ ഹൃദയത്തെ സ്വീകരിച്ചു എന്നുള്ളതാണ് പരിശുദ്ധ കന്യാമറിയത്തിന്റെ പ്രത്യേകത. ത്രിത്വൈക ദൈവത്താൽ ബഹുമാനിക്കപ്പെടുവളാണ് പരിശുദ്ധ കന്യാമറിയം. കൊന്തയിൽ നാം പറയുന്നില്ലേ, പിതാവായ ദൈവത്തിന് എത്രയും പ്രിയപ്പെട്ടവളായ, പുത്രനായ ദൈവത്തിന്റെ അമ്മയായ, പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മയുടെ നന്മ നിറഞ്ഞ മറിയമേ എന്ന് പ്രാർത്ഥന ചെല്ലുമ്പോൾ ത്രിത്വൈക ദൈവം ആ വ്യക്തിയിലേക്ക്, ആ കുടുംബത്തിലേക്ക്, ആ സമൂഹത്തിലേക്ക് കടന്നു വന്ന് അവരെ അനുഗ്രഹിക്കാൻ കാത്തു നിൽക്കുകയാണ്. മാത്രവുമല്ല, പരിശുദ്ധ കന്യാമറിയം സംരക്ഷണം നൽകുന്ന അമ്മയാണ്. നമുക്കറിയാമല്ലോ, സഹായിക്കുവാനായിട്ട് കാനായിലെ കല്യാണ വീട്ടിലേക്ക് പരിശുദ്ധ കന്യാമറിയം കടന്നു വന്നതുപോലെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്ക് മാതാവ് സഹായവും സംരക്ഷണവുമായിട്ട് കടന്നു വരും എന്നുള്ള സംശയമില്ല. മാത്രവുമല്ല, ആത്മാവിനെ നേടിയവളാണ് പരിശുദ്ധ കന്യാമറിയം. 14 വയസ്സിൽ പരിശുദ്ധ കന്യാമറിയം ഗബ്രിയേൽ ദൈവദൂതൻ വന്ന് പറഞ്ഞില്ലേ, ദൈവകൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി എന്ന്. അന്ന് മറിയം അസ്വസ്ഥയായി. എന്നാൽ 33 വർഷം കഴിഞ്ഞപ്പോൾ തൻ്റെ മകന്റെ ചുമലിൽ ഭാരമേറിയ കുരിശു വെച്ചപ്പോഴും, മുൾമുടി തലയിൽ ചൂടിയപ്പോഴും, ശരീരം മുഴുവൻ ഉഴുവുചാൽ പോലെ വിണ്ടുകീറിയപ്പോഴും മാതാവ് അത് കണ്ടിട്ട് അസ്വസ്ഥയായി തീർന്നില്ല. കാരണം ഈ 33 വർഷം കൊണ്ട് ആത്മാവ് നിറഞ്ഞവളായി, ആത്മാവ് നൽകുന്നവളായി, പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടപുത്രിയായി പരിശുദ്ധ കന്യാമറിയം മാറി എന്നല്ലേ മക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവസാനമായി പരിശുദ്ധ കന്യാമറിയം ദിവ്യകാരുണ്യനാഥനിലേക്ക് നയിക്കുന്നവളാണ്. ദിവ്യകാരുണ്യനാഥയാണ് പരിശുദ്ധ കന്യാമറിയം. അതുകൊണ്ടാണ് ആരംഭത്തിൽ ഞാൻ പറഞ്ഞത്, പാപത്തിനെതിരായിട്ടുള്ള ഗർജനവും ലോകത്തിനെതിരായിട്ടുള്ള ആത്മീയമായ കൊടുങ്കാറ്റുമാണ് പരിശുദ്ധ കന്യാമറിയമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമാകുന്ന കനകം ഹൃദയത്തിലും, പ്രാർത്ഥനയാകുന്ന കുന്തിരിക്കം ആത്മാവിലും, ആശാ നിഗ്രഹമാകുന്ന മീറ ശരീരത്തിന് സംവഹിച്ച പരിശുദ്ധ കന്യാമറിയം
ജനകോടികൾക്ക് മാതൃകയായി തീരട്ടെ. തിരുസഭയിൽ എത്രയോ തിരുനാളുകളാണ് മാതാവിന് വേണ്ടി മാറ്റി വയ്ക്കപ്പെട്ടിരിക്കുന്നത്. മെയ് മാസം, ഒക്ടോബർ മാസം, സെപ്റ്റംബർ മാസം, ഈ മാസങ്ങളിലൊക്കെ മാതാവിന് വേണ്ടി പ്രത്യേകമായി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന ഈ മാസത്തിൽ മാതാവിനോട് പ്രത്യേകമായ പ്രാർത്ഥന നടക്കുകയാണ്. ആകയാൽ ക്രിസ്തുവിനെ അറിയുവാൻ, അറിഞ്ഞ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ, ആ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്റെ കരങ്ങളിൽ ജപമാല എടുക്കുക. ആ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നീ പ്രാർത്ഥിക്കുക. ആ അമ്മ നന്മയുടെ പാതയിലൂടെ നിന്നെ നയിക്കും. നമുക്ക് കരങ്ങൾ കൂപ്പാൻ പ്രിയപ്പെട്ടവരെ. കർത്താവിൻ്റെ വലിയതായിരിക്കുന്ന സ്നേഹം കൊണ്ട് നിറയുവാനായിട്ട് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി നമുക്ക് ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, മെയ് മാസം വന്നു കഴിഞ്ഞാൽ പൂക്കളും തോട്ടങ്ങളിലൊക്കെ സന്തോഷങ്ങളൊക്കെ നിറയുന്നത് പോലെ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകമായി പ്രതിഷ്ഠിതമായിരിക്കുന്ന ഒക്ടോബർ മാസത്തിലും മെയ് മാസത്തിലും സെപ്റ്റംബർ മാസത്തിലും ക്രൈസ്തവ കുടുംബങ്ങൾ മുഴുവൻ ആത്മീയമായിരിക്കുന്ന ചൈതന്യം പുൽകുന്ന ഒരു കാലഘട്ടമാണ്. ആ പരിശുദ്ധ അമ്മയോട് ആരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ അവരുടെ ഒരൊറ്റ പ്രാർത്ഥന പോലും മാതാവ് നിരസിക്കുകയില്ല. ജപമാല ഭക്തർക്ക് എന്ത് ചോദിച്ചാലും മാതാവ് കൊടുക്കുമെന്നാണ് സഭയുടെ പഠനം നമ്മെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. മാത്രമല്ല, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുടെ ചുറ്റും മാലാഖന്മാരുടെ ഒരു അകമ്പടി എപ്പോഴും ഉണ്ടാകുമെന്ന്. അപകടത്തിൽ പോകുമ്പോൾ അതിന് അതിരക്ഷിക്കുവാൻ, പ്രലോഭനത്തിന് പോകുമ്പോൾ അതിൽ നിന്ന് രക്ഷ നൽകുവാൻ മാലാഖന്മാരുടെ ഒരു അകമ്പടി എപ്പോഴും ജപമാല ഭക്തരുടെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചും ആ അമ്മയോട് വണക്കം കാണിച്ചും ആ അമ്മയെ സ്നേഹിച്ചും ആ ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ടും പരിശുദ്ധ കന്യാമറിയത്തിൽ തിളങ്ങിയിരുന്ന അഗാധമായിരിക്കുന്ന ആന്തരികമായ ചൈതന്യം നുകരുവാൻ അമ്മയുടെ തിരുസ്വരൂപത്തിന് മുമ്പിൽ നമുക്ക് പഠിക്കാം. ആ അമ്മയിൽ നിന്ന് ധാരാളം ദൈവാലയങ്ങൾ പ്രാപിപ്പാനായിട്ട് നമുക്ക് ഇടവരുത്തുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് കരങ്ങൾ കുപ്പാം. ആ അമ്മയുടെ മുഖത്തേക്ക് നമുക്കൊന്ന് നോക്കാം. ആ അമ്മയുടെ മുഖത്ത് കുടികൊള്ളുന്ന പരിശുദ്ധിയിലേക്ക് നമ്മൾ ഒരു പരിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് ദൈവം നമ്മെ ഇടവരുത്തും. ആ അമ്മയുടെ ഹൃദയത്തിലേക്ക് നമുക്ക് നോക്കാം. വ്യാകുലങ്ങൾ പിളർക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് എത്ര വലിയ ദുഃഖങ്ങൾ വന്നാലും സഹിക്കുവാനുള്ള ശക്തി ആ അമ്മ നമുക്ക് തരും. ഈശോയെ ഏറ്റവും ആദ്യം കരങ്ങളിൽ എടുത്തതും അവസാനമായി കരങ്ങളിലെടുത്തതും പരിശുദ്ധ കന്യാമറിയമാണ്. അതുകൊണ്ട് അമ്മയോട് പ്രാർത്ഥിക്കുക. അമ്മ വഴി യേശുവിലേക്ക്